ഇടുക്കി ജില്ലയുടെ ടൗണുകളുടെ വികസനത്തിന് സർക്കാർ മുന്തിയ പരിഗണന നൽകുന്നുണ്ടെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ. ജില്ലാ ആസ്ഥാനത്ത് നിരവധി വികസന പ്രവർത്തനങ്ങളാണ് നടത്തുന്നത്. ഇറിഗേഷൻ മ്യൂസിയം, ഇക്കോ ലോഡ്ജ്, സാംസ്കാരിക തിയേറ്റർ തുടങ്ങിയ പദ്ധതികൾ പൂർത്തിയാകുന്നതോടെ ചെറുതോണിയും ഇടുക്കിയും ബന്ധിച്ച് ഒരു ടൗൺഷിപ്പായി മാറുമെന്നും അദ്ദേഹം പറഞ്ഞു. ജില്ലയിലെ ടൗണുകളുടെ വികസനത്തിന് സർക്കാർ മുന്തിയ പരിഗണന നൽകുന്നുണ്ടെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ കരിമ്പൻചപ്പാത്ത് റോഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ജില്ലാ ആസ്ഥാനത്ത് നിരവധി വികസന പ്രവർത്തനങ്ങളാണ് നടത്തുന്നത്. ഇറിഗേഷൻ മ്യൂസിയം, ഇക്കോ ലോഡ്ജ്, സാംസ്കാരിക തിയേറ്റർ തുടങ്ങിയ പദ്ധതികൾ പൂർത്തിയാക്കുന്നതോടെ ചെറുതോണിയും ഇടുക്കിയും ബന്ധിപ്പിച്ച് ഒരു ടൗൺഷിപ്പായി മാറുമെന്നും അദ്ദേഹം പറഞ്ഞു. ഉന്നത വിദ്യാഭ്യാസത്തിന് പ്രത്യേക പരിഗണന നൽകിയാണ് മെഡിക്കൽ കോളേജിൽ നഴ്സിംഗ് കോളേജ് ആരംഭിച്ചത്. മെഡിക്കൽ കോളേജിനുള്ളിൽ റോഡ് വികസനത്തിനായി മാത്രം 17 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. മെഡിക്കൽ കോളേജിന്റെ പ്രശ്നങ്ങൾ ഘട്ടഘട്ടമായി പരിഹരിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. ഇതോടൊപ്പം ഈ സിറ്റി കുറെ കൂടെ ക്ലീൻ ആവണം എന്നുള്ളതാണ് ഞാൻ വീട് നമ്മളെ മനസ്സിൽ കണ്ടത്. നല്ല വിജയവിശുദ്ധമായുള്ള റോഡാണ്. ഇതിൻ്റെ സൈഡ് കാണുന്നതെല്ലാം മാറ്റി ഇൻ്റർലോക്ക് ചെയ്ത് വ്യാപാരി വ്യവസായ സംഭവം കൊണ്ട് ശ്രദ്ധിക്കുകയാണെങ്കിൽ PWD ആയിട്ട് ആലോചിച്ച് നമുക്ക് കാരിയർ പിടിപ്പിക്കാൻ കഴിയുന്ന രീതിയിൽ നിങ്ങളൊക്കെ പരസ്യങ്ങൾ നൽകിയാൽ മതി. ഒരു കൂട്ടായ സംരംഭം ഉണ്ടെങ്കിൽ ഈ ടൗണിൻ്റെ ഈ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്താൻ ഒരു നിശ്ചിത ദൂരം ടൗണിനകത്ത് സെമിനാരി വരെ എത്തി നിൽക്കുന്ന ഭാഗം, ഇവിടെ അങ്ങോട്ട് കഴിയുന്ന ഭാഗം, തുടങ്ങുന്ന ഭാഗം വരെയുള്ള ടൗൺ അതിൻ്റെ ഈ റോഡ് വിട്ട് നിൽക്കുന്ന ഭാഗം എല്ലാം മെച്ചമാക്കി ഇൻ്റർലോക്ക് ചെയ്ത് നല്ല സൗകര്യപ്രദമാക്കുന്നതിന് വേണ്ടി 25 ലക്ഷം രൂപ ടൗൺ ബ്യൂട്ടിഫിക്കേഷന് വേണ്ടി അനുവദിക്കുകയാണെന്നുള്ള വിവരം ഈ സന്ദർഭത്തിൽ ഞാൻ അറിയിക്കുക. ടൗൺ ഇപ്പോഴും നല്ല മെച്ചമായി നിൽക്കത്തക്ക രീതിയിലുള്ള കാഴ്ചപ്പാട് നടത്താൻ നമുക്ക് സാധിക്കും. ഞാൻ എൻ്റെ വാക്കുകൾ വിശദീകരിക്കട്ടെ. മറ്റേ കാര്യങ്ങളെല്ലാം തീർച്ചയായിട്ടും പരിഗണനാപരമായ വിഷയമാണ്. അതൊക്കെ ചെയ്യാൻ കഴിയുന്ന സാധ്യമായ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞങ്ങൾ പത്രത്തിൽ വായിച്ചു. ഇടുക്കിയിലെ ഒരു എയർ സ്ട്രിപ്പ് ഉണ്ടാകുക എന്നുള്ള നമ്മുടെ ആഗ്രഹമാണ്. മന്ത്രിസഭാ യോഗം അതിന് അനുമതി നൽകി അതിൻ്റെ പഠനം ആരംഭിക്കുന്നു. ഇടുക്കിയിൽ തന്നെ ഒരു എയർ സ്ട്രിപ്പ്, ചെറിയ വിമാനങ്ങൾ ഇറങ്ങാനുള്ള സൗകര്യം ഇടുക്കിയിൽ ഉണ്ടാകുന്നതിനുള്ള പഠനം പുരോഗമിക്കുകയാണ്. അതുകൂടി നമുക്ക് സാധ്യമാക്കാൻ കഴിയുന്ന 1 കിലോമീറ്റർ റൺവേ ആണ് ഉദ്ദേശിക്കുന്നത്. 1 കിലോമീറ്റർ ദൂരം റൺവേ ഉള്ള ചെറിയ വിമാനങ്ങൾ ഇവിടെ ഇറങ്ങാൻ കഴിയത്തക്ക വിധത്തിലുള്ള ഒരു എയർ സ്ട്രിപ്പ് രൂപപ്പെടുത്തുന്നതിനുള്ള നടപടിയും നമ്മൾ ആരംഭിച്ച് അതിൻ്റെ പ്രവർത്തനങ്ങളിലേക്ക് പോകാനുള്ള പഠനത്തിനാവശ്യമായ നടപടി സ്വീകരിച്ച് ക്യാബിനറ്റ് അംഗീകാരം കൊടുത്തു. അങ്ങനെ വിവിധങ്ങളായ കാര്യങ്ങൾ ഞാൻ അതിലേക്കൊന്നും കടന്നു പോകുന്നില്ല. എല്ലാവിധമായ ആശംസകളും നേരട്ടെ. ടൗണിൽ സംഘടിപ്പിച്ച സമ്മേളനത്തിൽ വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോർജ് പോൾ അധ്യക്ഷനായിരുന്നു. പഞ്ചായത്തിന്റെ എല്ലാ മേഖലയിലും എല്ലാ രീതിയിലും വികസനം എത്തിക്കുവാൻ സാധിച്ചിട്ടുണ്ടെന്നും ജോർജ് പോൾ പറഞ്ഞു. ജില്ലാ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ CV വർഗീസ് മുഖ്യ അതിഥിയായി പങ്കെടുത്തു. വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മിനി ജേക്കബ്, ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സിജി ചാക്കോ, അംഗങ്ങളായ നിമ്മി ജയൻ, വിൻസെന്റ് VM, വാഴത്തോപ്പ് സർവീസ് സഹകരണ ബാങ്ക് അംഗങ്ങളായ ഓമന ശ്രീധരൻ, ജേക്കബ് പിണക്കാട്ട് തുടങ്ങിയവർ പങ്കെടുത്തു.